പ്ലാവ് നിറയെ ചക്ക നിൽക്കുന്നുണ്ട്. ഒരു ചക്ക ഉപ്പേരി കഴിക്കാമെന്ന് വിചാരിച്ച് ജോലിക്ക് നിന്ന ആളിനെ ചക്കയുടെ മേളിൽ പ്ലാവിൻ്റെ മേളിൽ കയറ്റിയിട്ടൊരു ചക്ക അറുത്തിട്ട് രാവിലെ മുതൽ ചക്കയുടെ മേളിൽ പണിയായി. സുരാജ് പറയുന്ന കണക്ക് എൻ്റെ ഒരു കൈ എവിടെയെന്ന് ചോദിക്കുന്ന കണക്ക് എൻ്റെ രണ്ട് കൈ എവിടെയെന്ന് ചോദിച്ചുള്ള പണിയായിരുന്നു. കൈ നിറയെ അരക്കുമായിട്ട് ഞാൻ രാവിലെ നടത്തിയ പണി. എന്നാലും ചക്കപ്പേരി ഒക്കെയുള്ള ആവേശത്തിൽ അതെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി ചക്ക നീളത്തിൽ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുമ്പ് വീട്ടിൽ ചക്കപ്പേരി കഴിക്കുമ്പോൾ മുഖമൊക്കെ ഉറപ്പിച്ചിട്ടായിരുന്നു അന്ന് ചോറ് കഴിക്കാതിരിക്കുന്നത്. ഇപ്പോൾ ചക്കയെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ആവേശം, ഒരു നൊസ്റ്റാൾജിയ ഫീൽഡാണ്. അങ്ങനെ എല്ലാം റെഡിയാക്കി അരപ്പിനുള്ള തേങ്ങയൊക്കെ തിരുമ്മി വെച്ച് തേങ്ങയും വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയൊക്കെ അതിനകത്തിട്ട് പിന്നെ നമ്മൾ എല്ലാ ഉപ്പേരിക്കും ഇടുന്നത് പോലെ തന്നെ ജീരകവും മഞ്ഞൾ സ്വല്പം മുളക് പൊടി പിന്നെ പറമ്പിൽ നിന്ന് കുറച്ച് ചെറിയ മുളകുണ്ടല്ലോ, കാന്താരി മുളകെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, അതും കുറച്ച് പിച്ചിയിട്ട് പിന്നെ കുറച്ച് പറമ്പിൽ പോയി കുറച്ച് കറിവേപ്പിലയും പിച്ചി കൊണ്ടുവന്നു നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ച്. ഞങ്ങൾക്ക് ഇവിടെ അടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗ്യാസിലാണ് നമ്മൾ കളച്ചട്ടി ആയാലും വെക്കുന്നത് കേട്ടോ. മൺചട്ടി ഗ്യാസിൽ വെച്ചാൽ പോട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഗ്യാസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചട്ടി ചൂടായി നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി ഒന്ന് നേരെ വെയിറ്റ് ചെയ്ത് നമ്മൾ കടുകിട്ട് പൊട്ടിച്ചിട്ട് എല്ലാത്തിനും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരുപാട് അരയേണ്ട ആ തേങ്ങ അങ്ങോട്ട് ചതച്ച് വെച്ചേക്കുന്നത് അതിനകത്തോട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പച്ചച്ചവ മാറുന്ന ഒരു രീതിയിൽ വേണം മൂപ്പിച്ചെടുക്കുക. ഒരുപാട് മൂക്കണ്ട. അതിൻ്റെ ഇടയ്ക്ക് ഒരു വറ്റൽമുളക് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്ന് അവിടെ ഒരു പീസ് കറിവേപ്പില ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിലിട്ട് വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കാൻ. കാരണം ഒരുപാട് മൂത്ത് പോകേണ്ട, പച്ചച്ചപ്പ മാറിയാൽ മാത്രം മതി. മൂത്ത് പോയാൽ നമുക്കത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അതൊന്ന് ചെറിയ അതൊക്കെ ഒന്ന് വാടി കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കയും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളതിനകത്ത് അരപ്പൊക്കെ ഒന്ന് ഇളക്കി പിടിപ്പിച്ച് ആ ചെറിയ തീയിലിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് നമ്മൾ വെക്കുന്നുണ്ട്. ചെറിയ തീയിൽ കിടന്ന് വേവണം. ചെറിയ തീയിലാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കണം. ചെറിയ തീയിലെന്ന് വെച്ചാൽ ആവിയിലാണ് കൂടുതലും അത് വേവേണ്ടത്. നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് അടപ്പൊന്ന് മൂടി ഓപ്പൺ ചെയ്ത് നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി അരപ്പും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കി ഒന്നുകൂടി നല്ലതായിട്ട് ഇളക്കി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും നമ്മൾ മൂടി വെച്ച് അടയ്ക്കും. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ട് വീഴാൻ വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ മൂടി തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് കുഴഞ്ഞിരിക്കുന്ന ചക്കപ്പേരി ഇഷ്ടമല്ല. ഇതേ പരുവത്തിനുള്ളതാണ് എനിക്കിഷ്ടം. നമുക്ക് കഴിക്കാനും നല്ലതാണ്, നമുക്ക് മടുക്കത്തില്ല. മറ്റേത് ചോറിൻ്റെ കൂടെയൊക്കെ ഇട്ട് ഇളക്കി കഴിക്കാൻ കുഴഞ്ഞതും ഒക്കെയാണ്. പക്ഷേ ഇത് എനിക്കിങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ സൂപ്പർ ഒരു ചക്കപ്പേരി കിട്ടിയിട്ടുണ്ട്.